പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഹല്ലേലൂയ സ്തോത്രം ജൂലൈ മാസം 1-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാം ദിനം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ 6 മാസക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയ കർത്താവിന് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ജൂൺ മാസവും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കർത്താവ് നമ്മുടെ അമേൻ പ്രത്യേക കൃപയ്ക്കകത്ത് പൊതിഞ്ഞു. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ജൂൺ മാസം അത്ഭുതമായി നടത്തിയ കർത്താവിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് എത്ര നല്ലവൻ. അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ കൂട്ടായിട്ടിരുന്നു, ഞങ്ങളെ സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ 1-ാം തീയതി മുതൽ കർത്താവേ 30-ാം തീയതി വരെ ഓരോ ദിവസങ്ങളും ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഓരോ പ്രഭാതത്തിലും കർത്താവേ പ്രഭാത സന്ദേശം പറയുവാൻ കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ ഓരോ മീറ്റിങ്ങുകളെ അനുഗ്രഹമാക്കി തീർത്തതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഓരോ സഭായോഗങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ച് നടത്തിയതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്കൊന്നിനും കുറവ് വരുവാൻ അനുവദിക്കാതെ, മുട്ടുവരുവാൻ അനുവദിക്കാതെ കർത്താവ് സൂക്ഷിച്ചു. ആവശ്യമായ ആരോഗ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കർത്താവെ. രോഗാവസ്ഥകളിലൊക്കെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കണത് അങ്ങ് തൻ്റെ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചയച്ചു. ദുഷ്ടനാകുന്നവൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വീഴുവാൻ അനുവദിക്കാതെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. കർത്താവെ, ഞങ്ങളുടെ വശത്ത് 1000 വീണപ്പോഴും വലതുവശത്ത് 10,000 വീണപ്പോഴും അതൊന്നും ഞങ്ങളോട് അടുത്ത് വരുവാൻ അനുവദിക്കാതെ കഴിഞ്ഞ മാസവും ഈ പോയ 6 മാസക്കാലവും അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം അപ്പാ. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ കരുതിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തന്നതിന് സ്തോത്രം, ആവശ്യമായ വസ്ത്രം തന്നതിന് സ്തോത്രം. കർത്താവെ, ദൈവിക സംരക്ഷണം തന്നു. ഞങ്ങൾ വാഹനങ്ങൾ ഓടിച്ചപ്പോൾ, ഞങ്ങൾ യാത്രകൾ ചെയ്തപ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് ദോഷമായി വരുവാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം. അങ്ങേ പോലെ മറ്റാരുമില്ല. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുവാൻ അങ്ങ് അങ്ങയുടെ ജനത്തെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്തു. അവർക്കായിട്ട് നന്ദി പറയുന്നപ്പ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ അവരെ മറയ്ക്കണമേ. കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും കഴിഞ്ഞ മാസവും ഈ പോയ 6 മാസക്കാലവും അങ്ങ് അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ആർക്കും ഒരു അനർത്ഥം വരാതെ, രോഗം വരാതെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിച്ചതിന് സ്തോത്രം. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സ്വസ്ഥത ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ഉയർച്ച ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ദൈവികമായ വിടുതലുകളും വീര്യപ്രവൃത്തികളും ഇവരിലൂടെയും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന പിതാവേ. അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന പിതാവേ. അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന പിതാവേ. അപ്പോൾ ഇവരുടെ ജോലി സ്ഥലത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഇവരുടെ കുടുംബജീവിതത്തിൽ ദൈവിക സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാകട്ടെ. ഇവർ പാർക്കുന്ന ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഇവരായിരിക്കുന്ന ദൈവസഭ വളരട്ടെ, വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇവരിലൂടെ കാണുവാൻ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ശത്രു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സകല പദ്ധതികളും യേശുവിൻ്റെ നാമത്തിൽ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ.
കർത്താവിൻ്റെ പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകട്ടെ. ദൈവിക പദ്ധതി ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകട്ടെ. കർത്താവ് എന്തുവരെക്കുറിച്ച് ആഗ്രഹിച്ചോ അത് ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് 3-ാമത്തെ ദിവസമാണല്ലോ, 1-ാം തീയതിയാണല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് സ്തോത്രം പറയുവാൻ അങ്ങ് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞ 2 രാത്രിയിൽ മീറ്റിങ്ങുകൾ അനുഗ്രഹമായിരുന്നു. ഇത് 3-ാമത്തെ ദിവസമാണ്. ഇന്ന് ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ജൂലൈ മാസത്തിൻ്റെ ആരംഭ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വാതിലാണ്, ദൈവിക വാതിലാണിത്. ഇതിൽ ഈ 1-ാം ദിവസത്തെ നമ്മൾ എങ്ങനെ ആമേൻ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ സ്തോത്രം പറയുന്നു, എങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ അടുത്ത ഫുൾ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ അത് സാധിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുന്നു, വൈകിട്ടത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യാതെ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. പഴയ നിയമത്തിൽ ദൈവജനത്തോട് പറയുക, ഈ 40 സംവത്സരം മരുഭൂമിയിൽ ദൈവം നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഇന്ന് കർത്താവ് നമ്മളെ നടത്തിയത് ഓർക്കുന്ന ദിവസമായി മാറണം. ഒരു വർഷത്തിൻ്റെ 2-ാം പകുതിയിലേക്ക് നമ്മൾ കയറി. ആദ്യത്തെ 6 മാസം നമ്മളെ വിട്ടുപോയി. 2-ാമത്തെ 6 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലം നടത്തിയത് ഓർത്ത് നന്ദി പറയുകയും സ്തോത്രം പറയുകയും ചെയ്യുന്ന ഒരു ദിവസമാക്കി ഈ ദിവസത്തെ നിങ്ങൾ മാറ്റണം. യേശു നമുക്ക് അത്ര നല്ലവനായിരുന്നു. നമ്മൾ പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായി നമ്മുടെ സമയം ക്രമീകരിച്ച് കർത്താവിന് നന്ദി പറയണം. 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവൻ ചെയ്ത നന്മകളെ നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നമ്മളോട് കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഒരു കാരണവശാലും മറന്നു പോകരുത്. ദൈവത്തിന് നന്ദി പറയുന്നത് നല്ലതാണ്. ആമേൻ. കർത്താവിനെ നമ്മളെ നടത്തിയത് ഓർക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, എല്ലാത്തിനും കർത്താവിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. സോ കർത്താവ് നമ്മളെ കഴിഞ്ഞ ഈ 6 മാസം നടത്തി. ഇത് നമുക്ക് ഇന്ന് കർത്താവിൻ്റെ സന്നിധി ധൈര്യത്തോടെ പറയണം, കർത്താവെ അങ്ങ് എനിക്ക് വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ 6 മാസം കർത്താവെ അങ്ങ് എനിക്ക് വിശ്വസ്തനായിരുന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ ചിലപ്പോൾ പ്രാർത്ഥനകൾ, മറുപടി വരാത്ത പ്രാർത്ഥനകളുണ്ടാകാം, ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാത്തതുണ്ടാകാം. പക്ഷേ അതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവെ എന്തൊക്കെ നടന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവെ അങ്ങ് കഴിഞ്ഞ 6 മാസം എന്നെ സംരക്ഷിച്ചതിനായിട്ട് സ്തോത്രം, എനിക്ക് വേണ്ടി കരുതിയതിനായിട്ട് സ്തോത്രം, എന്നെ ശക്തീകരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ അങ്ങ് എന്നോട് എൻ്റെ പാപങ്ങളെയൊക്കെ ക്ഷമിച്ച് ആമേൻ എൻ്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അങ്ങ് എന്നെ ക്യാരി ചെയ്തതിനായിട്ട് സ്തോത്രം. അങ്ങനെ വിശ്വസ്തത മാറിപ്പോകാതെ ഈ 6-ാം മാസം പ്രത്യേകിച്ച് സ്പെഷ്യൽ ഗ്രേസിൻ്റെ മാസമായിരുന്നു. ആമേൻ. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കണ്ടു. സ്പെഷ്യൽ ഗ്രേസുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ആമേൻ നിലനിർത്തി. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നമുക്കറിയാം, പഴയ നിമിത്തം ദൈവത്തിൻ്റെ മക്കൾ ആമേൻ ജോർദാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് ജോഷുവയോട് പറഞ്ഞു, 10 കല്ലുകൾ എടുക്കുക. ആമേൻ. എന്നിട്ട് അവിടെ ഒരു ഓർമ്മ സ്ഥാപിക്കുക. ആമേൻ. എന്തായിരുന്നു അതിൻ്റെ പർപ്പസ്? ആമേൻ. അടുത്ത ജനറേഷൻ എന്ത് ചെയ്യണം? അവർ ചോദിക്കണം, ഇതെന്തോ ആയി കല്ലുകൾ? അപ്പോൾ അവരോട് പറയണം, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മിക്കുന്ന ദിവസമായിരിക്കണം. ആമേൻ. കർത്താവ് നടത്തിയത് പറ്റുമെങ്കിൽ പേപ്പറോ ബുക്കോ വല്ലതും ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന് സ്തോത്രം പറയുക. പ്രാർത്ഥിക്കേണ്ട, ഇന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞു. കർത്താവെ അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, അങ്ങനെ കരുതിയതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയ പർവ്വതത്തിലേക്ക് ഒരു വ്യക്തി കയറുകയാണ്. അതിൻ്റെ പകുതി വരെ അവൻ എത്തി. ആമേൻ. പകുതിക്ക് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി മേലോട്ട് നോക്കുമ്പോൾ ഇനിയുണ്ടല്ലോ. പക്ഷേ അത് കണ്ട് ഡിസ്കറേജ്ഡ് ആകാതെ ആമേൻ താഴോട്ട് നോക്കുകയാണെങ്കിൽ, എടാ ഇത്രയും എനിക്ക് കയറി വരുവാൻ സഹായിച്ചല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ആമേൻ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. മുന്നോട്ട് ഓർത്ത് വറി ചെയ്യാതെ, അടുത്ത 6 മാസം എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാതെ, കഴിഞ്ഞ 6 മാസം നടത്തിയതിന് കർത്താവിന് സ്തോത്രം പറയാമെങ്കിൽ, കഴിഞ്ഞ 6 മാസം കർത്താവ് കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം പറയാമെങ്കിൽ,
മുന്നോട്ട് പോകാൻ, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എന്നാ ചെയ്യണം? ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നടത്തിയ ചില വഴികളെ ദൈവസന്നിധിയിൽ നിന്ന് ഓർക്കുക. എന്നിട്ട് കർത്താവിനെ ആമേൻ ഈ ആദ്യത്തെ 6 മാസം നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുക. ആമേൻ, നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി വന്നിട്ടില്ലയോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുക. അപ്പോഴും കർത്താവ് തന്ന ഡെയിലി പ്രൊട്ടക്ഷനായിട്ടും ഡെയിലി പ്രൊവിഷൻസിനായിട്ടും ആമേൻ ദിവസവും നമ്മളെ ശക്തീകരിച്ച് നടത്തിയതിനായിട്ടും സ്തോത്രം ചെയ്യുക. ആമേൻ, ആമേൻ. പുതിയ മാസത്തിൽ ഭയത്തോടു കൂടിയല്ല കയറേണ്ടത്, വലിയ ആത്മീക മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി 7-ാം മാസം മുതൽ ആമേൻ അടുത്ത ഒരു തലങ്ങളിലേക്ക് ആമേൻ കയറിപ്പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ആമേൻ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആമേൻ 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചതുപോലെ ആമേൻ പർവ്വതത്തിൻ്റെ ഒരു അനുഭവം, ഉയർച്ചയുടെ അനുഭവം, ആമേൻ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടുത്ത തലങ്ങൾ അനുഭവിച്ച് മുന്നേറുന്ന ദിവസങ്ങളായി തീരട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് സ്തോത്രം പറയുക കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട്. ആമേൻ മറക്കല്ല് കർത്താവ് നടത്തിയ വിധങ്ങളെ. കരമുയർത്തി പറ, ഞാൻ കർത്താവ് ചെയ്ത നന്മകളെ മറക്കത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനായിരുന്നു, ഇനിയും അവൻ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ മാസം അവൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആമേൻ 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 ധൈര്യത്തോടാണ് പ്രവേശിക്കുന്നത്. ആമേൻ, എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ മുൻപേ പോകും. ജൂലൈ മാസത്തിൻ്റെ ഓരോ ദിവസത്തിലും ദൈവത്തിൻ്റെ കൃപ ഞാൻ അനുഭവിക്കും. ആമേൻ, കഴിഞ്ഞ 6 മാസം എന്നെ നടത്തിയ ദൈവം അടുത്ത 6 മാസവും എന്നെ നടത്തും. ആമേൻ, എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. ഇതൊക്കെ പറഞ്ഞ് കർത്താവിനെ സ്തോത്രം പറയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 1-ാമത്തെ ദിവസം 7-ാം മാസത്തിൻ്റെ 1-ാം ദിവസം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ, ആമേൻ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. ഈ പകൽ കർത്താവ് ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.